ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. എൻ്റെ പേര് മുഹമ്മദ് തഫീം. അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി സംസാരിച്ചു. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുപോലെ അത് നമ്മുടെ ലൈഫിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായ എ സി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ എ സി ജനറേറ്ററിനെ പോലെ തന്നെ ഡി സി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിക്കുന്നു, അതിൽ കൂടി ഒരു കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പല വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പല അവതാരങ്ങളുണ്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പ്രധാനപ്പെട്ട അവതാരമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മ്യൂച്വൽ ഫ്രണ്ട്സ്. നമ്മൾ ഇൻസ്റ്റയിലെ മ്യൂച്വൽ ഫോളോവേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് ഒരുപോലെ ഉള്ളതിനാണെന്ന് പറയാം മ്യൂച്വൽ എന്ന് പറയാം. ഒരാൾക്ക് ഇപ്പൊ എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്, എന്റെയും വേറെ ഒരാളുടെയും മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപോലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണെന്ന് പറയാം മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറയാം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റേ ആൾക്ക് രണ്ടു പേർക്ക് ഒരുപോലെ എന്ത് സംഭവിക്കുക, രണ്ട് ഡിഫറെന്റ് കോയിൽസ്. നമ്മൾ ഒരു സിംഗിൾ കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞു, രണ്ട് ഡിഫറെന്റ് കണ്ടക്ടർ കോയിൽസ്, ആ രണ്ട് ഡിഫറെന്റ് കണ്ടക്ടേഴ്സ് സംഭവിക്കുകയാണ് ഒരേ സമയത്ത് ഇൻഡക്ഷൻ സംഭവിക്കുകയാണ്. അതിനാണ് എന്ത് പറയാ, മ്യൂച്വൽ. രണ്ടു പേർക്കും ഒരുപോലെയുള്ള ഇൻഡക്ഷൻ, രണ്ടാളുകൾക്കും ഒരുപോലെ സംഭവിക്കുന്ന ഇൻഡക്ഷൻ എന്ന് പറയാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, ഇങ്ങനെ രണ്ട് കോയിൽസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയായിരിക്കും. ഒരു പ്രൈമറി കോയിലും ഒരു സെക്കൻഡറി കോയിലും. ആ കറണ്ട് കൊടുക്കുന്ന കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് വിളിക്കും. അതുപോലെ കറണ്ട് ഇൻഡ്യൂസ് ആവുന്ന കോയിലിനെ സെക്കൻഡറി കോയിൽ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈമറി കോയിലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് നമ്മൾ ഓൺ ആക്കി ഓഫ് ആക്കുകയും ചെയ്തെന്ന് വിചാരിച്ചു. ഈ സ്വിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇതിലുള്ള കറണ്ടിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഓൺ ആക്കുമ്പോൾ കറണ്ട് ഉണ്ടാവും, ഓഫ് ആകുമ്പോൾ കറണ്ട് പോകും. വീണ്ടും ഓൺ ആക്കുമ്പോൾ പിന്നെയും കറണ്ട് വരും, പിന്നെ ഓൺ ആക്കുമ്പോൾ പിന്നെയും കറണ്ട് പോകും. അപ്പൊ ഈ കറണ്ട് പോകുമ്പോഴെല്ലാം എന്ത് സംഭവിക്കും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴെല്ലാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ചുറ്റും ഉണ്ടാവും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരും, ഓഫ് ചെയ്യുമ്പോൾ പോകും. വീണ്ടും പാസ് ചെയ്യുമ്പോൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് വരും, ഓഫ് ചെയ്യുമ്പോൾ പോകും. അപ്പൊ എന്താ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്രത്യക്ഷമാവുന്നു, പ്രത്യക്ഷമാവുന്നു. അപ്പൊ സംഭവിക്കുകയാണ്, ആ മാഗ്നറ്റിക് ഫീൽഡിൽ അവിടെ ഒരു ചേഞ്ച് വരാണ് അല്ലെ. ആ സോഫ്റ്റ് അയൺ കോറിലുള്ള, നമ്മളൊരു സോഫ്റ്റ് അയൺ കോറിലേക്കാണ് ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ആ സോഫ്റ്റ് അയൺ കോറിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുകയാണ്, ഒരു ചേഞ്ച് വരികയാണ്. അപ്പോൾ അതിനോട് ജോയിൻ ചെയ്ത് വേറൊരു കണ്ടക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ കറണ്ട് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ അത് ഈ സോഫ്റ്റ് അയൺ കോറിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് അവിടെ വരെ എത്തുന്നുണ്ട്. ഈ കോയിലിരിക്കുന്ന സ്ഥലം വരെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് എത്തുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഓണും ഓഫും ആകുമ്പോൾ അതിന്റെ ഇന്ററാക്ഷൻ ഈ സെക്കൻഡറി കോയിലുമായിട്ടുള്ള അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലക്സ് ആദ്യം ഇതിനെ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ സംഭവിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് വരും, വീണ്ടും പോകുമ്പോൾ എന്ത് ചെയ്യും, അത് പോകും. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ മാറുന്നതനുസരിച്ച്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം വരും, പിന്നെ പോകും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം വരും, പിന്നെ പോകും. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്, നേരത്തെ നമ്മൾ കണ്ടക്ടറിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു, പുറത്തേക്ക് എടുക്കുന്നു, ഉള്ളിലേക്ക് കയറ്റുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ ഇവിടെയും എന്ത് സംഭവിക്കുകയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഓണും ഓഫും ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഇന്ററാക്ഷനിൽ വരുന്ന ചേഞ്ച് മൂലം ഈ സെക്കൻഡറി കോയിലിൽ എന്ത് സംഭവിക്കും, ഒരു കറണ്ട് ഉണ്ടാവും, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ഇതിനാണ് എന്തെന്ന് പറയാ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കോയിൽ മൂലം വേറൊരു കോയിലിന് എന്ത് സംഭവിക്കുകയാണ്, ഇൻഡക്ഷൻ സംഭവിക്കുകയാണ്. അതിനാണ് എന്ത് പറയാ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന്. മറ്റേതിൽ സാധാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്താ, ഒരു സിംഗിൾ കോയിലിന്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് കോയിൽസ് അടുത്തിരിക്കുമ്പോൾ തൊട്ട് സൈഡിലുള്ള കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് വരുന്നത് കൊണ്ട് അത് സംഭവിക്കുകയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വരുന്നതുകൊണ്ട് അടുത്തിരിക്കുന്ന കോയിലിൽ ഇൻഡക്ഷൻ ഉണ്ടാവുകയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിച്ചിട്ട് കറണ്ട് ഉണ്ടാവുകയാണ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, when current changes in the first coil, magnetic field also changes. This change in magnetic field induce an EMF in the neighboring coil. ഈ കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഫ്ലുവൻസ്, ഇവിടെയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇവിടുത്തെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും, ഈ ബൾബ് ഇങ്ങനെ കത്താൻ തുടങ്ങും. ഓക്കെ,
ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഈ മ്യൂച്വൽ ഇൻഡക്ഷന് വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കറണ്ട് കൊടുക്കുന്ന കോയിലിന് എന്താ പറയാ, പ്രൈമറി കോയിൽ. നമുക്ക് കറണ്ട് ഇൻഡ്യൂസ് ആയിട്ട് കറണ്ട് ഉണ്ടാവുന്ന കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നാണ് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ട്രാൻസ്ഫോമർ. നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് എന്ത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. അപ്പൊ ശരിക്കും എന്താണ് ഒരു ട്രാൻസ്ഫോമറിന്റെ പണി? ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജംഗ്ഷൻസിലൊക്കെ ഒരു എന്താണ് വലിയൊരു പെട്ടി പോലെ ഇങ്ങനെ ഒരു ചുറ്റും ഇതൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും ട്രാൻസ്ഫോമർ. ഇടിവെട്ടൊക്കെ വരുമ്പോൾ ഫ്യൂസ് അടിച്ചു പോകും ട്രാൻസ്ഫോമറിന്. അപ്പോൾ ഫ്യൂസ് ചേഞ്ച് ചെയ്യാനൊക്കെ ആളുകൾ വരാറുണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനത്തെ അടിച്ചു പോകുന്ന ഫ്യൂസ് ഇല്ലാത്ത മോഡേൺ ട്രാൻസ്ഫോമേഴ്സും പല സ്ഥലങ്ങളിലും ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്താ ശരിക്കും ആ ട്രാൻസ്ഫോമർ അവിടെ വെച്ചിരിക്കുന്നതിന്റെ ഉപയോഗം എന്താ, എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫോമർ അവിടെ വെച്ചിട്ടുള്ളത്? അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ കറണ്ടിനെ ട്രാൻസ്ഫോം ചെയ്യുക. ട്രാൻസ്ഫോം ചെയ്യുന്ന മാറ്റാൻ, ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് എന്താ പറയാ, ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയാം. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ പണി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ മാറ്റലാണ്. എങ്ങനെയാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിന്റെ വോൾട്ടേജ് അതിന് ഇൻക്രീസ് ചെയ്യാനും പറ്റും, ഡിക്രീസ് ചെയ്യാനും പറ്റും. കറണ്ടിന്റെ വോൾട്ടേജ് ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുക. അപ്പൊ എ സി കറണ്ടിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. എ സി കാരണം നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ഈ പ്രൈമറി കോയിലിൽ എപ്പോഴും എന്ത് ചെയ്യണം, കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എപ്പോഴും കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. മറ്റേ ഡയറക്റ്റ് കറണ്ട് ഒരിക്കലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പൊ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മാത്രമാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കുള്ളൂ കേട്ടോ. അതായത് കറണ്ട് എപ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ എപ്പോഴും എന്തിലാണ് വർക്ക് ചെയ്യുക, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് വർക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മുടെ പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കറണ്ട് ജനറേറ്റർ വഴി ഉണ്ടാക്കുന്ന ഓൾട്ടർനേറ്റ് എ സി കറണ്ടാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ എന്തിലാണ് വർക്ക് ചെയ്യുക, എ സിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവർ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ എന്ത് ഇലക്ട്രിസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും, പക്ഷെ ഒരിക്കലും പവറിൽ വ്യത്യാസം വരില്ല. പവർ നമുക്ക് ലോസ് ആവില്ല. വോൾട്ടേജ് നമ്മളിപ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഈ വോൾട്ടേജ് കുറക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും നമ്മൾ, അതായത് ഹൈ വോൾട്ടേജ് ഉള്ള ഒരു സാധനം കുറക്കുമ്പോൾ എന്തെങ്കിലും എനർജി നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണ് പറഞ്ഞാൽ എനർജി നഷ്ടപ്പെടാതെ പവറിൽ ലോസ് ഇല്ലാതെയാണ് സംഭവിക്കുന്നത്. ഈ കറണ്ടിൽ വോൾട്ടേജിൽ റിഡക്ഷൻ. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ എന്ന് പറയുന്നത് P = VI ആണ് അല്ലെ. P എന്ന് പറയുന്നത് VI ആണ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, വോൾട്ടേജ് നമുക്ക് ഡിക്രീസ് ചെയ്യണം, പക്ഷെ പവറിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. പവർ അങ്ങനെ തന്നെ നിലനിൽക്കണം, പവറിനൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ പവറിനൊന്നും സംഭവിക്കുക, ഒരാളെ നമ്മൾ കുറക്കാണ്. അപ്പൊ അതനുസരിച്ച് ഇയാൾ കുറയാതിരിക്കാൻ എന്ത് ചെയ്യണം, അപ്പുറമുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. വോൾട്ടേജ് കുറക്കുമ്പോൾ എന്ത് സംഭവിക്കും, കറണ്ടിനെ ഇൻക്രീസ് ചെയ്യും. ഒരേ സമയത്ത് വോൾട്ടേജിനെ കുറക്കും, കറണ്ടിനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ പവറിൽ എന്ത് സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക, പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. വോൾട്ടേജ് കുറക്കുന്നതിനൊപ്പം തന്നെ എന്ത് ഇൻക്രീസ് ചെയ്യും, കറണ്ടിനെ ഇൻക്രീസ് ചെയ്ത് നിർത്തും. അതുപോലെ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതനുസരിച്ച് കറണ്ടിനെ കുറച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരിക്കലും ഇത് രണ്ടും തമ്മിലൊരു ഇംബാലൻസ് ഇല്ലാതെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയുന്നു, വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നു. അങ്ങനെ പവറിൽ ചേഞ്ച് വരാത്ത രീതിയിൽ എന്ത് ചെയ്യും, ഈ ഒരു സംഗതിനെ ട്രാൻസ്ഫോമർ മാനേജ് ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് തുടർന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോ ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സും സെക്കൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി, അതായത് വോൾട്ടേജിനെ കുറക്കുന്ന ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ് ആണ് എന്താ പറയുക, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വയറിലാണ് ഉപയോഗിക്കുക, തിക്ക് വയേഴ്സ് ഉപയോഗിക്കുക. അതേപോലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, അതായത് അതിന്റെ ചുറ്റലുകൾ എന്തായിരിക്കും, പ്രൈമറി കോയിലിൽ കുറവായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ എന്താണ്, സെക്കൻഡറി കോയിലായിരിക്കും എന്താണ് നമ്പർ ഓഫ് ടേൺസ് കുറവുണ്ടാവും. അപ്പൊ ഇതെന്താ സംഭവം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ഒരു ഫിഗർ ആണ് അവിടെ. അതാണ് ട്രാൻസ്ഫോമേഴ്സിന്റെ ഉള്ളിലൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏകദേശം എല്ലാ അപ്ലയൻസസിലും നമുക്ക് ട്രാൻസ്ഫോമർ ആണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അഡാപ്റ്ററിന്റെ ഉള്ളിൽ ട്രാൻസ്ഫോമർ ആണ്. നിങ്ങൾ അഡാപ്റ്റർ ഇങ്ങനെ അഴിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ഒരു
കമ്പിയൊക്കെ ചുറ്റിയിട്ട് ഒരു സാധനം, വയർ ചുറ്റിയുള്ള ഒരു സാധനം കാണാൻ പറ്റും. അതൊരു ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജ് നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജിനെ കുറച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിന് വേണ്ട വോൾട്ടേജിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അഡാപ്റ്ററിന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോമറിന്റെ രൂപം എന്ന് വെച്ച് നോക്കാം. അപ്പൊ രണ്ടാൾക്കും തന്നെ പ്രൈമറി കോയിലും ഉണ്ട്, സെക്കൻഡറി കോയിലും രണ്ട് ട്രാൻസ്ഫോമേഴ്സിനും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൈമറി കോയിലിലേക്ക് രണ്ട് സ്ഥലത്തും കറണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തേൽ നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തേൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. സെക്കൻഡത്തേൽ നമ്പർ ഓഫ് ടേൺസ് എന്താണ്, കൂടുതലാണ്. ഓക്കെ, അതേസമയം ഫസ്റ്റത്തേൽ എന്താണ്, തിക്നെസ് കൂടുതലാണ്. നിങ്ങൾ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഫസ്റ്റത്തെ വയേഴ്സിന് തിക്നെസ് കൂടുതലും സെക്കൻഡറി കോയിലിൽ തിക്നെസ് കുറവുമാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ റിസീവ് ചെയ്യുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അപ്പൊ കറണ്ട് വളരെ കൂടുതലായിരിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ തിക്നെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ ഒരു ഹോസ്, രണ്ട് ഹോസ് കൺസിഡർ ചെയ്യാൻ വിചാരിച്ചു. അതായത് ഒരു തിക്നെസ് കുറഞ്ഞ ഹോസും ഒരു തിക്നെസ് കൂടിയ ഹോസും ആണെങ്കിൽ ഏതിൽ കൂടി ആയിരിക്കും വെള്ളം എളുപ്പത്തിൽ ഫ്ലോ ചെയ്യുക, തിക്നെസ് കൂടിയ ഹോസിൽ കൂടി ആയിരിക്കും എപ്പോഴും വെള്ളം എളുപ്പത്തിൽ ഫ്ലോ ചെയ്യുക, അല്ലെ? അതുപോലെ തന്നെയാണ് കറണ്ടിന്റെ കേസും. തിക്നെസ് കുറഞ്ഞ വയറിൽ കൂടി കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നല്ല തിക്നെസ് ഉള്ള വയറാണെങ്കിൽ കറണ്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പോൾ ഹൈ കറണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ തിക്നെസ് കൂടിയ വയർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് കുറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് മതി നമുക്ക്. ഓക്കെ, നമുക്കിവിടെ ലോ വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് എന്ത് വേണ്ടത്, കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യണം. നമുക്ക് കൂടുതൽ വോൾട്ടേജ് വേണ്ട സ്ഥലത്ത് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യണം. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ തിക്നെസ് കുറച്ചു. അപ്പൊ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. തിക്നെസ് കുറച്ചു, അതേസമയം വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂട്ടി. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും തിക്നെസ് കുറവായിട്ടുള്ളത്. അപ്പോൾ ഈ കറണ്ട് ഇവിടെ വരുമ്പോൾ വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമായ അവസ്ഥയിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെത്തുക. പക്ഷെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എന്തായിട്ടുണ്ടാവും, വോൾട്ടേജ് കൂടുതലും കറണ്ട് വന്നതിനേക്കാൾ കുറവുമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പുറത്തേക്ക് പോവുക. ഓക്കെ, ഇനി അതേസമയം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നോക്കുമ്പോൾ പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലാണ്. കാരണം പ്രൈമറി കോയിൽ വോൾട്ടേജ് കൂടുതൽ വേണം. അതുകൊണ്ട് പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഓക്കെ, പക്ഷേ തിക്നെസ് കുറവാണ്. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് കുറവായിരിക്കും. അപ്പോൾ പ്രൈമറി കോയിലിൽ കറണ്ട് വരുമ്പോൾ വോൾട്ടേജ് കൂടുതലും കറണ്ട് കുറവും ആയിരിക്കും. ഇനി പുറത്തേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറയാണ്. അപ്പോൾ ഇവിടുന്ന് ഇൻഡക്ഷൻ സംഭവിച്ച് ഇവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് കുറവായതുകൊണ്ട് ഇൻഡക്ഷന്റെ റേറ്റ് വളരെ നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ചാണ് ഇൻഡക്ഷന്റെ റേറ്റ് കൂടുക. ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഡക്ഷൻ നടക്കും. നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലാണ് ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറഞ്ഞു, കറണ്ട് തിക്നെസ് കൂടിയതുകൊണ്ട് കറണ്ട് കൂടി. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രൈമറിയിലെ തിക്നെസ് കൂടുതൽ, സെക്കൻഡറിയിലെ തിക്നെസ് കുറവ്. അതുപോലെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഇങ്ങനെയായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ പക്ഷേ തിക്നെസ് കുറവ്. സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും തിക്നെസ് കൂടുതലായിരിക്കും. ഇതാണ് ഈ രണ്ട് ട്രാൻസ്ഫോമേഴ്സ് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ മൂന്നാമത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വ്യത്യാസമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കറണ്ട് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കും. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കറണ്ട് കുറവായിരിക്കും, സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ രണ്ട് ട്രാൻസ്ഫോമേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് വോൾട്ടേജ്, അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, അതുപോലെ കറണ്ട്, ഈ മൂന്ന് കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ പേരാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിന്റെ പ്രോബ്ലംസ് എപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ഇക്വേഷൻ ആണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ കണക്ട് ചെയ്യണം. വി പി വൈ ബൈ വി എസ്. വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി,
വി എസ് എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. പ്രൈമറി കോയിലിലെ വോൾട്ടേജ് നമ്മൾ വി പി എന്ന് വിളിക്കും, സെക്കൻഡറി കോയിലിലെ വോൾട്ടേജിനെ നമ്മൾ വി എസ് എന്ന് വിളിക്കും. അപ്പോൾ വി പി ഡിവൈഡഡ് ബൈ വി എസ് ഇതെന്തിനോട് ഈക്വൽ ആണ്? എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയും ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ഇതൊരു ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ വി പി ബൈ വി എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. നിങ്ങൾ ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ തെറ്റി പോകാറുള്ളതാണ്. വി പി ബൈ വി എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. കറണ്ടിന്റെ കേസിൽ സെക്കൻഡറി കറണ്ട് ഫസ്റ്റും അതുപോലെ പ്രൈമറി കറണ്ട് രണ്ടാമതുമാണ് എന്ത് ചെയ്യുക വരിക. കാരണം കറണ്ടും വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയും, ഒരാൾ കുറയുമ്പോൾ ഒരാൾ കൂടും. അപ്പൊ നേരെ റിവേഴ്സ് റിലേഷൻ ആണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ് രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, മൂന്നെണ്ണം കൂടി ഈക്വൽ ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻസ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ കൂടി എഴുതാം, എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. ഇങ്ങനെ കൂടി ഈ മൂന്ന് ഇക്വേഷൻസ്, ഇതിൻ്റെ ഒരു മൂന്ന് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിംഗിൾ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇതിലുള്ള ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. വി പി എന്ന് പറയുന്നത് എന്താ, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി. വി എസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. പി എന്ന് എഴുതിയതൊക്കെ പ്രൈമറിയുടെ ആയിരിക്കും, എസ് എന്ന് എഴുതിയതൊക്കെ സെക്കൻഡറിയുടെ ആയിരിക്കും. എൻ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, എൻ എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ഐ എസ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിലും ഐ പി എന്ന് പറയുന്നത് കറണ്ട് ഇൻ ദ പ്രൈമറി കോയിലും. ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫോമർ ഇക്വേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുകയാണുള്ളത്. ഇനി ഈ ട്രാൻസ്ഫോമർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ 240 വോൾട്ടിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, 240 വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്, 240 വോൾട്ടേജ് ആണ്. ഈ ട്രാൻസ്ഫോമറിൽ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്, 240 വോൾട്ട് ആണ്. അപ്പൊ കിട്ടുന്ന വോൾട്ടേജ് എങ്ങോട്ടാ വോൾട്ടേജ് നമ്മൾ കൊടുക്കുക, അപ്പോൾ പ്രൈമറി കോയിലേക്കാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് എത്രയായിരിക്കും, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി 240 വോൾട്ട് ആണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, വർക്കിംഗ് ഇൻ വോൾട്ടേജ്, പ്രത്യേക വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പ്രൈമറി കോയിലിലെ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അത് പുറത്തേക്ക് വിടുന്നത് എത്രയാണ്, 8 വോൾട്ട് ആണ്. ഇവിടെ കാണാം, സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട്. ഇങ്ങനെ 240 വോൾട്ട് സ്വീകരിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് 8 വോൾട്ട് ആണ്. അപ്പൊ വി എസ് എന്ന് പറയുന്നത് എത്രയാണ്, 8 വോൾട്ട് ആണ് ഇതിന്റെ സെക്കൻഡറി കോയിൽ. പുറത്തേക്ക് വിടുന്നത് ഏത് കോയിലിൽ കൂടെ, സെക്കൻഡറി കോയിലിൽ കൂടെ കറണ്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ വി എസ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് 8 വോൾട്ട് ആണ്. ഓക്കെ, ഇനി പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് 4800 തന്നിട്ടുണ്ട്. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എൻ പി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എൻ പി ഈക്വൽ ടു 4800 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് കോയിൽസ് ഇൻ സെക്കൻഡറി, എൻ എസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ട്രാൻസ്ഫോമർ ഇക്വേഷന്റെ എന്താ, നമ്പർ ഓഫ് ടേൺസ് എന്നിനെയും വിനെയും റിലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഏതാ, വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്. ഇതാണ് ഇതിന് രണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇട്ട് നോക്കാം. ഓക്കെ, വി പി എന്ന് പറയുന്നത് 240 ആണ്, ഡിവൈഡഡ് ബൈ വി എസ് എന്ന് പറയുന്നത് 8 ആണ്, ഈക്വൽ ടു എൻ പി 4800 ആണ്. എൻ എസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, നമ്മൾ എൻ എസ് എന്ന് തന്നെ ഇടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 240 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 30 കിട്ടും. 30 ഈക്വൽ ടു 4800 ബൈ എൻ എസ്. 30 ഈക്വൽ ടു 4800 ബൈ എൻ എസ്. അപ്പൊ നമുക്ക് എൻ എസിന്റെ വാല്യൂ എത്ര കിട്ടും, എൻ എസ് ഈക്വൽ ടു 4800 ഡിവൈഡഡ് ബൈ 30. എൻ എസ് ഈക്വൽ ടു 4800 ഡിവൈഡഡ് ബൈ 30. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഈക്വൽ ടു 160. 450 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 160 കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്, 160 ആണ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ഏതെങ്കിലും 3 വാല്യൂ തന്നിട്ട് 4ാമത്തെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യം ഇക്വേഷൻ കണ്ടുപിടിച്ച് ഏത് ഇക്വേഷൻ ആണോ ആ ഇക്വേഷൻ എഴുതി അതിലേക്ക് 3 വാല്യൂസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 4ാമത്തെ വാല്യൂയിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് 240 വോൾട്ട് എ സി.
there are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, രണ്ട് കോയിൽസിന് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, NS NP തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലാണ് ഔട്ട്പുട്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്താണ് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോമർ വിതൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 turns in the primary and 250 turns in the secondary. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി സെക്കൻഡറി തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ട്, VP പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ട് തന്നിട്ടുണ്ട്. പ്രൈമറി കറന്റ് 0.1 ആംപിയർ എന്നും തന്നിട്ടുണ്ട്. അവിടെ ട്വിസ്റ്റ് ഉണ്ട്, പ്രൈമറി കറന്റ് 0.1 ആംപിയർ എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി കോയിലെ വോൾട്ടേജും കറന്റും എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ട നമ്മുടെ 3 കാര്യങ്ങൾ, ഈ നമ്പർ ഓഫ് ടേൺസിന്റെ ഇക്വേഷൻ, അതുപോലെ വോൾട്ടേജിന്റെ, അതുപോലെ കറണ്ടിന്റെ, 3 റിലേറ്റ് ചെയ്യുന്ന ഈ 3 ഇക്വേഷൻസ് ഉപയോഗപ്പെടുത്തുക. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻ ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ട്രാൻസ്ഫോമറിൽ ഏറ്റവും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ട്രാൻസ്ഫോമർ ഇക്വേഷൻ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണെന്നും അവരുടെ ഡിഫറൻസസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, മറ്റ് ഇൻഡക്ഷൻ്റെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ